പെരിയാറിലെ മത്സ്യക്കുരുതിയിലെ പ്രതിഷേധം വീണ്ടും ശക്തമാവുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാർ സർവേലൻസ് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ശ്യാം, പറയൂ. ഗോപികൃഷ്ണൻ, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിൽ വീണ്ടും ചർച്ച പുനരാരംഭിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ്, കോൺഗ്രസ് നേതാക്കൾ, വിവിധ മുനിസിപ്പാലിറ്റികളിലെ UDFന്റെ ജനപ്രതിനിധികൾ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഏത് സോഴ്സിൽ നിന്നാണ് ഇത് മലിനപ്പെട്ടത്, അങ്ങനെയെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ആ വകുപ്പിനെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ്. ഇതിലാണ് ഇപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത്. കാരണം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ, അതിന്റെ ഫലം വരാതെ ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട്. അത് ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതോടുകൂടിയിട്ടാണ് ആ പ്രതിഷേധം ഉണ്ടായത്. ഇതിനിടയിലാണ് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഓഫീസിന് മുന്നിലേക്ക് എത്തുകയും അവരെ പോലീസ് തടയുകയും ചെയ്തത്. കൂടുതൽ നേതാക്കളെ അകത്തേക്ക് കയറ്റിവിടണമെന്ന് ആവശ്യപ്പെട്ട് അവർ പ്രതിഷേധിച്ചു. അത് CI അനുവദിച്ചില്ല. ഇതോടെയാണ് CIയുമായി നേതാക്കൾ ഉന്തുന്നതും ഉണ്ടായത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. നിലവിലും ഈ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ആർക്കെതിരെ, പ്രത്യേകിച്ച് ഇറിഗേഷൻ വകുപ്പിനെതിരെ എന്ത് നടപടി ഉണ്ടാകും? ഇറിഗേഷൻ വകുപ്പിന്റെ ബണ്ട് തുറന്നുവിട്ടതാണ്, മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നുവിട്ടതാണ് ഈ മത്സ്യക്കുരുതിക്ക് ഇടയാക്കിയതെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഇത് കളക്ടറെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പെരിയാർ ഉൾപ്പെടെയുള്ള ഒരു നദി മലിനമാക്കിയതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് പരിശോധിക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രതിഷേധവും പുറത്തു തുടരുകയും അകത്ത് ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചയ്ക്കിടയിലും രൂക്ഷമായ പദപ്രയോഗങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ DCC പ്രസിഡന്റ് അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് UDF നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും തീരുമാനം. ഗോപികൃഷ്ണൻ, ശരി, ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജനപ്രതിനിധികൾ. ഇപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിൽ ജനപ്രതിനിധികൾ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ ശ്യാം? മുമ്പ് വരെ പോലീസുമായി ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ട് വരികയും അവരുടെ നേതാക്കളെ കൂടുതൽ പേരെ ചർച്ചയ്ക്ക് കടത്തിവിടണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അത് പോലീസ് അനുവദിക്കാതിരുന്നതായിരുന്നു ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. നിലവിൽ ചർച്ച തുടരുകയാണ്. പക്ഷേ നേതാക്കൾ വളരെ രൂക്ഷമായാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത്. കാരണം ഇത് പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസാണ്. അത്തരം ഓഫീസിൽ ഇരുന്നിട്ട് ഇത്രയും വലിയ മത്സ്യക്കുരുതി നടന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. ഒരു നടപടിയും എടുക്കാതെ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ പോലും ഉദ്യോഗസ്ഥരോട് ജനപ്രതിനിധികൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇതിലൊരു ഉത്തരം ലഭിക്കണം. ഇതിനുവേണ്ടി മാത്രം ശമ്പളം വാങ്ങിയിരിക്കുന്ന ഒരു ഓഫീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇപ്പോൾ അകത്ത് വീണ്ടും പ്രതിഷേധം ഉണ്ടാകുന്നു. മുദ്രാവാക്യം വിളികളുമായി അതിന്റെ അകത്ത് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നു. CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തേക്ക് കയറുന്നുണ്ട്. പോലീസ് സാന്നിധ്യമുണ്ട്. ഉപരോധം തുടരുകയാണ്. അകത്ത് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചർച്ച പരാജയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുദ്രാവാക്യം വിളിച്ചാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പുറത്തും കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നേരത്തെ പോലീസിനെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തതിൽ കേസെടുക്കുമെന്ന് CI പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അകത്ത് ചർച്ച നടക്കുകയും ചർച്ച പ്രതിഷേധത്തിലേക്ക് മാറുകയും മുദ്രാവാക്യം വിളികളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം കനക്കുകയാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നിരവധി മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ബാധിച്ച ജലാശയത്തെ മലിനമാക്കിയ ആ വിഷയത്തിൽ ഒരു നടപടി വേണം. കുറ്റക്കാരാരാണെന്നറിയണം. അവരെ പുകമറയ്ക്കുള്ളിൽ നിർത്താൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടുമായിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസ് പുറത്തുണ്ട്. ഒരുപക്ഷെ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ സർക്കാർ ഓഫീസിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കും. ഏതായാലും വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് പുറത്തും അകത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, പുറത്തും അകത്തും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന്റെ പുറത്തും അകത്തുമായി ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ സ്വാഭാവികമായും പോലീസിന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് കൃത്യമായ ഒരു നടപടി ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളികളോടുകൂടി ഇപ്പോൾ ഓഫീസ് ഉപരോധിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ശ്യാം, ഇത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഓഫീസ് ഉപരോധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഓഫീസ് ഉപരോധമായിരിക്കുന്നു. രാവിലെ പരാതി നൽകാനും ഇതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നറിയാനുമാണ്
കോൺഗ്രസിന്റെ നേതാക്കളും ജനപ്രതിനിധികളും ഇവിടെ എത്തിയത്. അവരെ പോലീസ് അതിനെ അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ചർച്ചയിൽ ഒരു കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടിയിട്ടാണ് ആ ചർച്ചയുടെ സ്വഭാവം ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് മാറിയത്. അതോടുകൂടിയിട്ടാണ് രൂക്ഷമായ വാക്കുതർക്കം ഉദ്യോഗസ്ഥരുടെ നേരെ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെല്ലാം സമീപനത്തോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പെരിയാറിന്റെ നിരീക്ഷണത്തിന്, വ്യാവസായിക മേഖലയിൽ നിന്ന് പെരിയാർ മലിനമാകുന്നുണ്ടോ ഇല്ലയോ, പെരിയാറിന്റെ സ്ഥിതി എന്താ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത്. അത്തരമൊരു ഓഫീസിന് ഇതുവരെ ഈ ഒരു വലിയ മത്സ്യക്കുരുതി ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും പ്രകോപിപ്പിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇതിന് ഉത്തരവാദികളില്ല എങ്കിൽ ഇത് സ്വയം ഉണ്ടായതാണോ എന്നുള്ളൊരു ചോദ്യം പോലും ഉണ്ടായത്. അങ്ങനെയാണ് ജലവകുപ്പിന്റെ ബണ്ട് തുറന്നുവിട്ടതിന്റെ കാര്യം ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയ ഉദ്യോഗസ്ഥനെതിരായിട്ട് പൊതുജലാശയം മലിനമാക്കിയതിന് കേസെടുക്കണം, അതിന് വകുപ്പുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് പരിശോധിക്കാമെന്ന് പറയുന്നു. ഇതിനെല്ലാം പരിശോധന മാത്രമേ ഉള്ളൂ, നടപടിയില്ലയോ എന്ന ചോദ്യം ഉയരുന്നു. ഇതാണ് പിന്നീട് വാക്കുതർക്കത്തിലേക്ക് ഇടയാക്കിയത്. ഇതിനിടയിലാണ് പുറത്ത് പ്രതിഷേധം പോലീസിന്റെ നേരെ ഉണ്ടാകുന്നത്. അത് കൂടുതൽ നേതാക്കളെ അകത്തേക്ക് കടത്തിവിടണമെന്നുള്ളതാണ്. ന്യായമായ ചോദ്യമാണ് ഉദ്യോഗസ്ഥരോട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. 24 മണിക്കൂറായിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ടിട്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി എന്തിന് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അവർ ഉയർത്തുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉപരോധിക്കുകയാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിലുള്ള പ്രതിഷേധം ശക്തമാകുന്നു. പെരിയാർ സർവൈലൻസ് ഓഫീസിലേക്കായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. അതിപ്പോഴും തുടരുകയാണ്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.